ഹായ്, എങ്ങനെയാണ് മികച്ച എഞ്ചിനീയറിംഗ് കോളേജസ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിയാന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്തിട്ടുള്ള കോളേജസ് ഏതാണ്, അത് ഓരോ ബ്രാഞ്ചിനും ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുന്നത്? ഇപ്പൊ കീം 2025 നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുക. എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസിന്റെയും ലിങ്ക് വരും. അപ്പൊ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഫസ്റ്റ് ഫേസ് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് ചെക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചുകളുടെയും കോളേജ് അനുസരിച്ച് ഏത് റാങ്ക് വരെയാണ് ലാസ്റ്റ് ഇയറിൽ അഡ്മിഷൻ പോയിട്ടുള്ളതെന്ന് അറിയാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്കത് സ്റ്റേറ്റ് മെറിറ്റിലും ഓരോ കാറ്റഗറിയിലും ഇത് കൃത്യമായി അതിനകത്ത് നിന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ലാസ്റ്റ് ഇയറിൽ എത്ര റാങ്ക് വരെയാണ് പോയിട്ടുള്ളതെന്ന് അറിയാം. അപ്പൊ ഏകദേശം ആ ഒരു റാങ്ക് തന്നെയായിരിക്കും ഈ വർഷവും. കറക്റ്റ് ആ റാങ്ക് അല്ലെങ്കിലും അതിന്റെ ഒരു സർക്കിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു അടുത്ത നമ്പർ ഫിഗർ തന്നെയായിരിക്കും നമുക്ക് ഈ വർഷവും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ളവര് ഏത് കോളേജസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് എങ്ങനെയാണ് കോളേജസ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫേസ് നോക്കിയതിനു ശേഷം സെക്കൻഡ് ഫേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അതായത് കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെ ഓരോരോ കോളേജസിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് ഏത് കോളേജസ് ആണ് കുട്ടികൾ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും ടോപ്പ് കോളേജസ്, അതായത് നല്ല ഫെസിലിറ്റീസും അതേപോലെ തന്നെ നല്ല പ്ലേസ്മെന്റും ഒക്കെ ഉള്ള കോളേജസ് ആണ് കുട്ടികൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോപ്പ് റാങ്കിങ് സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ആ കോളേജസ് ഏതൊക്കെയാണെന്നുള്ളത് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇനി എഗെയിൻ അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കോളേജസ്, ഇത് ഗവൺമെന്റ് കോളേജസിന്റെയും എയ്ഡഡ് കോളേജസിന്റെയും സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെയും എല്ലാം തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ അതിനുശേഷം എഗെയിൻ നമുക്ക് ആ കോളേജസിന്റെ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അവിടുത്തെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസോ ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതാത് കോളേജസിന്റെ വെബ്സൈറ്റുകൾ നമുക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ നാക് റാങ്കിങ് എത്രയാണ് വരുന്നത്, NBA റാങ്ക് എത്രയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡ് എത്രയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഒപ്പം അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്, ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ ഓരോ കോളേജ് നടത്തുന്ന മറ്റുള്ള അതർ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതേപോലെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം. ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മളൊരു 4 ഇയർ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 4 ഇയർ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ഒരുപാട് ലൈഫ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് കൂടിയാണിത്. മാത്രമല്ല ഇറ്റ് ഇസ് എ ട്രാൻസിഷൻ ഫ്രം നമ്മളിപ്പോൾ ഒരു ക്യാമ്പസിൽ നിന്നും ഒരു കരിയറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹാർഡ് സ്കിൽസിനൊപ്പം തന്നെ നമ്മുടെ സോഫ്റ്റ് സ്കിൽസും ലൈഫ് സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ടൈമാണ്. അപ്പൊ അതിന് ആ ക്യാമ്പസിനും ഒരുപാടധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. ഇതുപോലെ കീം റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സും നമ്മൾ ഈ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.